ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് വളരെ ശോകമൂകമായ ഒരു ദിവസമായിരുന്നു. വെല്ലുവിളികളില്ലാതെ, ചീത്ത വിളികളില്ലാതെ നമ്മളെയൊന്നും ആരും മൈൻഡാക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വിളിച്ചിട്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിരുന്നു, ഫോണൊക്കെ വിളിച്ചിട്ട്. അതുപോലെ തന്നെയാണ് വാട്സപ്പിലും ആരും ഒന്നും മെസ്സേജേ ഇല്ല. ചില ആൾക്കാരൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കഥ പറയാം. അപ്പോൾ ഇത് ഒരു ലീഡറുടെ ഒരു കഥയാണ്. അപ്പോൾ എന്തിനാണ് ഈ കഥ പറയുന്നതെന്ന് ഈ കഥ പറഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ ഒരിക്കൽ ഒരു പശു ഓടിപ്പോകുന്നത് കണ്ടു. ഇത് കണ്ട ആന പശുവിനോട് ചോദിച്ചു, എന്തിനാണ് പശുവേ നീ ഇങ്ങനെ ഓടുന്നത് എന്ന്. പശു പറഞ്ഞു, സർക്കാർ എല്ലാ പോത്തിനെയും പിടിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത് എന്ന്. ആന അപ്പോൾ ചോദിച്ചു, അതിന് നീ എന്തിനാ ഓടുന്നത് പശുവേ? പശു, പോത്തിനെ പിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്, നീ പശുവല്ലേ, പോത്തല്ലല്ലോ എന്ന്. അപ്പോൾ പശു പറഞ്ഞു, ഞാൻ പശുവാണെന്ന് എനിക്കറിയാം, പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഞാൻ പോത്തല്ലെന്നും പശുവാണെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ ചുരുങ്ങിയത് 20 വർഷമെങ്കിലും എടുക്കും. ഇത് കേട്ടപ്പോൾ ആനയും പശുവിൻ്റെ കൂടെ ഓടാൻ തുടങ്ങി. ഇതൊരു കഥയാണ്. അപ്പോൾ ഇന്ന് ഈ കഥയ്ക്ക് ഹൈറിച്ചിലെ ഏതെങ്കിലും ലീഡറുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ എല്ലാവരും തന്നെ ജയ് ഹൈറിച്ച് എന്നുള്ള പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റി കുടുംബത്തിൻ്റെ പിക്ചറൊക്കെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പിക്ചറൊക്കെയാണ് ഇപ്പോൾ വച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി? അപ്പോൾ പറയുന്നത്, സർക്കാരിൻ്റെ നടപടികൾ ഏത് നിമിഷവും ഉണ്ടാവുമെന്നുള്ള സൂചന ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്നു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇവരുടെ ക്വസ്റ്റ്യൻ ചെയ്യൽ, ഏറ്റവും ടോപ്പിലുള്ള ലീഡർമാരുടെ ക്വസ്റ്റ്യൻ ചെയ്യൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ അത് പൂർത്തിയാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് ഉണ്ടാവും. മറ്റ് നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ട അറസ്റ്റിലേക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഹൈറിച്ചിൻ്റെ ആരുമല്ല എന്ന ഭാവത്തിൽ ഇവരൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകുന്നത്. അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ കഥയാണ്. അപ്പോൾ ലീഡർ മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ 10,000 ഇട്ടവനും കൂടി ചിലപ്പോൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. എന്തിനാണെന്നല്ലേ, ഈ മണി ചെയിൻ്റെ ഭാഗമായി പോയല്ലോ എന്ന് കരുതി അവരും ചിലപ്പോൾ ഒളിവിൽ പോകും. അപ്പോൾ ചോദ്യങ്ങൾ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു തരാം. ചോദ്യങ്ങൾ തുടങ്ങുന്നത് നിങ്ങളുടെ 800 രൂപയ്ക്ക് എന്തൊക്കെ കൊടുത്തിരുന്നു എന്ന് തൊട്ടാണ്. 800 രൂപയ്ക്ക് നിങ്ങൾ എന്താണ് കൊടുത്തത്? പുതപ്പുണ്ടായിരുന്നു, ചായപ്പൊടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തൊട്ട് നിങ്ങൾ പറയണം. നിങ്ങൾ എന്തൊക്കെ പ്രൊജക്റ്റ്, അതിലൊക്കെ എത്ര മാത്രമാണ് നിങ്ങൾ കമ്മീഷൻ അടിച്ചത്. എന്നിട്ട് ലാസ്റ്റ് ഇവരോട് പറയും, തുറക്കുക, നിങ്ങളുടെ ആപ്പ് തുറക്കുക, അതിൽ ലോഗിനും പാസ്വേഡ് അടിക്കുന്ന പറയും. അപ്പോൾ കാണാൻ പറ്റും ഇതുവരെ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും അതിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഇതെല്ലാ ജില്ലാ കളക്ടർമാരുടെയും അറിവോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കൂട്ട അറസ്റ്റ് എപ്പോഴും ഉണ്ടാവും.
ഇതുകൊണ്ടുണ്ടാക്കിയ എല്ലാ സമ്പത്തുകളും പോലീസ് അറ്റാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കോടതി ഉത്തരവിലൂടെ അറ്റാച്ച് ചെയ്യുന്ന ഒരു ദിവസവും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പിന്നെ ഞാൻ ഇത്ര കോടിയുടെ ബംഗ്ലാവ് പണിയുന്നു, ഞാൻ അതാക്കുന്നു, ഞാൻ ഇതാക്കുന്നു, എനിക്കിപ്പോൾ 10 കാറുണ്ട്, എനിക്ക് 100 കാറ് വേണം എന്നൊക്കെയുള്ള തള്ളുകളൊക്കെ കേൾക്കേണ്ടവർ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്, കാണേണ്ടവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വരേണ്ടത് വഴിയിൽ തങ്ങില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് എവിടെയോ കിടന്നിട്ട് ആപ്പിലൂടെ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്തുന്ന, ഊരും പേരുമില്ലാതെ, ഒരു ഓഫീസ് പോലും ഇല്ലാതെ തട്ടിപ്പ് നടത്തുന്ന അതേപോലെ ഇവിടെ നമ്മളെ നാട്ടിലെ ആൾക്കാർ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ പണി പാളും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഹൈറിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, എല്ലാം കഴിഞ്ഞു, വെടിയും പുകയും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആരും തന്നെ വീഡിയോ ഇട്ടിട്ടില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും ദുഃഖകരമായ കാര്യം. ഒരു മൊണ്ണേഷ് ഉണ്ടായിരുന്നു, അവൻ 2 ദിവസമായിട്ട് ലീഡർമാർക്ക് പോലും ഇല്ലാത്ത വിവരമുള്ളവനാണ്, ഞാൻ ഈ മണ്ടന്മാരുടെയൊക്കെ നേതാവാകാനുള്ള ബുദ്ധി എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അവൻ പോലും ഇന്ന് വീഡിയോ ഇട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഇന്നലത്തെ ചോദ്യം ചെയ്യലുകളൊക്കെ ഇവരെ കൊണ്ടെത്തിച്ചിരുന്നത് ഒരു യാഥാർത്ഥ്യത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ പോലീസിൻ്റെ വിളി വരും എന്നുള്ള, അല്ലെങ്കിൽ EDയുടെ വിളി വരും, അതിന് പോകേണ്ടതുണ്ട്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഇടയായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ പ്രതിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ തിരഞ്ഞു പിടിച്ചിട്ട് അവർക്കൊക്കെ അറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ ലീഡർമാരെന്നും അതിൻ്റെ നിങ്ങളുടെ ഹൈറാർക്കി എന്താണെന്നും ഒക്കെ അവർക്കറിയാം. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, തൃശ്ശൂർ ജില്ലാ ഭരണകൂടം ഇവരുടെ കടുത്ത സമ്മർദ്ദത്തെ അതിജീവിച്ചാണ് എല്ലാ നടപടികളും പൂർത്തിയാക്കിയത് എന്നാണ്. അപ്പോൾ നമുക്കറിയാലോ, എങ്ങനെയായാലും ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇവരുടെ 18 അടവും പയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചാണ് തൃശ്ശൂർ കലക്ടറും ജില്ലാ ഭരണകൂടവും ഈ അറ്റാച്ച്മെൻറ്റ് പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്തതും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതും. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ ലീഡർമാർ എന്നുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, പോയത് പോയി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ EDയുടെ അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിന് നിന്നു കൊടുക്കുക, കിട്ടുന്ന ശിക്ഷ ഏറ്റുവാങ്ങുക എന്ന് മാത്രമേ ഈ ലീഡർമാരോട് പറയാനുള്ളൂ. അത്രമാത്രം അഹങ്കരിച്ചിരുന്നു നിങ്ങൾ. മറ്റുള്ളവരെ പറ്റിക്കുമ്പോഴുണ്ടായിരുന്ന അഹങ്കാരം, പറ്റിച്ച് നേടിയ അഹങ്കാരം നിങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ബൈ.